ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മൾ ഇന്നൊരു അമ്മച്ചി സ്പെഷ്യൽ തേങ്ങാപ്പാൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈസ്റ്ററിനൊക്കെ വെക്കുന്ന ഒരു കറിയാണിത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1.5 കിലോ ചിക്കൻ ക്ലീനാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ തിരുമ്മി വെക്കുക. 4 തക്കാളി മിക്സിയിൽ അരച്ചെടുക്കുക. 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണം, 2 കുട വെളുത്തുള്ളി, വലിയ 2 സവോള ചെറുതായി എരിഞ്ഞത്, 8 പച്ചമുളക്, കറിവേപ്പില, പിന്നെ തേങ്ങയുടെ പാലും പിഴിഞ്ഞെടുക്കണം. നമുക്ക് ഈ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവോള, പച്ചമുളക് ഇവ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ വഴറ്റി ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റണം. ഇത് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. തക്കാളി അരച്ചു കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇട്ട് വഴറ്റാം. നമുക്കിതിലോട്ട് 6 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇവ ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. നമ്മുടെ മസാലയൊക്കെ മൂത്തു. ഇതിലോട്ട് ഈ തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇതൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഈ ചിക്കനൊക്കെ പെറുക്കി ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കനും ഈ മസാല പൊടി നല്ലപോലെ മിക്സ് ചെയ്യാം. ചെറിയ തീയിൽ നമുക്കിത് മൂടി 10 മിനിറ്റ് വെക്കാം. ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം പുറത്തോട്ട് വരുന്ന കാണാം. ഇനി നമുക്ക് ഈ തേങ്ങയുടെ പകുതി ചിരണ്ടി എടുത്ത് പാല് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ ചിക്കൻ 10 മിനിറ്റ് മൂടി വെച്ചപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി. ഇതിലോട്ട് നമുക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഇതിനെ ചിക്കൻ കറി 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. നമുക്ക് ഈ കറിയിലോട്ട് ഒരു ജാതിക്കയുടെ പകുതി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ആണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണിത്. കുറച്ച് മല്ലിച്ചപ്പിട്ട് കൊടുക്കാം. നേരത്തെ പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാം. ഈ